ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, പിതാവായ ദൈവം ന്യായവിധിക്കുള്ള അധികാരം പുത്രനാണ് കൊടുത്തിരിക്കുന്നതെന്ന് യോഹന്നാൻ 5:22 പറയുന്നു. കേൾക്കൂ. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. 5:27 ഇങ്ങനെ പറയുന്നു: അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധി നടത്തുവാൻ പിതാവ് അവന് അധികാരവും നൽകിയിരിക്കുന്നു. അതിനാൽ ന്യായവിധി നടത്തുന്നത് യേശുവാണ്. ന്യായവിധിയുടെ ജോലി പിതാവ് പുത്രനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ബൈബിൾ പഠിക്കുമ്പോൾ 2 വ്യത്യസ്ത ന്യായവിധികളെക്കുറിച്ച് പറയുന്നതായി കാണാം. ഒന്നാമത്തേത് ക്രിസ്തുവിൻ്റെ ന്യായാസനവും രണ്ടാമത്തേത് വെള്ളസിംഹാസനവും. നമുക്ക് അവയെക്കുറിച്ച് വിശദമായി ഒന്ന് മനസ്സിലാക്കാം. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ റോമർ 8:1, 2 കൊരിന്ത്യർ 5:10 ഈ 2 വേദഭാഗങ്ങൾ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. റോമർ 8:1 കേൾക്കൂ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ ഏറ്റെടുത്തവർക്ക് യേശു ശിക്ഷാവിധി നൽകുന്നില്ല. പിന്നെ എന്താണ് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ നടക്കുന്നത്? 2 കൊരിന്ത്യർ 5:10 കേൾക്കണം. എന്തെന്നാൽ അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ ന്യായാസനം വിശ്വാസികൾക്കുള്ളതാണ്. യേശുവിൽ വിശ്വസിച്ചവർ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവസാന ദിവസം ശിക്ഷാവിധി നേരിടേണ്ടി വരികയില്ല. യോഹന്നാൻ 5:24 വായിക്കുക. പക്ഷേ ദൈവം അവരുടെ പ്രവൃത്തികളെ വിധിക്കും. അതനുസരിച്ച് അവർക്ക് പ്രതിഫലം നൽകും. ഇത് എല്ലാ വിശ്വാസികൾക്കും ബാധകമാണ്. വെളിപാട് 22:11 കേൾക്കൂ. ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുക്കാൻ പ്രതിഫലം എൻ്റെ അടുക്കലുണ്ട്. വെളിപ്പാട് 2-3 അധ്യായങ്ങളിൽ 7 സഭകളോട് പറയുന്ന ദൂതിൽ പല പല സമ്മാനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. വായിച്ചു നോക്കണം സഹോദരങ്ങളെ. ക്രിസ്തു വിശ്വാസികളെ നാം ഓരോരുത്തരും ക്രിസ്തുവിനെ സേവിക്കുന്നത് വിവിധ തരത്തിലാണ്. ആ സേവനങ്ങൾക്കുള്ള പ്രതിഫലം അർഹിക്കുന്ന രീതിയിൽ ലഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിലാണ്. 1 കൊരിന്ത്യർ 3:11-15 വരെ വായിച്ചാൽ, ക്രിസ്തുവാകുന്ന അടിത്തറയിൽ നാം പണിയുമ്പോൾ പണിയുന്ന വസ്തുക്കളുടെ ഗുണനിലവാരം നോക്കുകയും നിർമ്മാതാവിന് ഒരു പ്രതിഫലം ലഭിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. തീയാൽ ആ വസ്തുക്കളെ പരിശോധിക്കുമ്പോൾ കത്തിപ്പോയാൽ നിർമ്മാതാവിന് നഷ്ടം സംഭവിക്കുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായാസനം വിശ്വാസികൾക്കുള്ള ഒരു റിവാർഡ് ദാന ചടങ്ങാണ്. എന്നാൽ വെള്ളസിംഹാസനത്തിലെ ന്യായവിധി അവിശ്വാസികൾക്കുള്ള നിയമപരമായ ഒരു വിചാരണയാണ്. യോഹന്നാൻ 3:18 കേൾക്കും. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായ്കയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ഇനിയുള്ള ഭാഗങ്ങളിൽ കാരണമായി പറയുന്നത് വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ തിന്മയാൽ ഇരുട്ടിനെ സ്നേഹിച്ചതുകൊണ്ട് വെളിച്ചത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമാണ്. ആ വെളിച്ചത്തെ സ്വീകരിക്കാത്തവർക്കുള്ളതാണ് വെള്ളസിംഹാസനം. യേശുവിനെ തള്ളിയവർക്കുള്ള വിധിയാണത്. അവർക്ക് ശിക്ഷാവിധിയുണ്ട്. തീപ്പൊയ്കയാണ് അവരുടെ ശിക്ഷ. വെളിപ്പാട് 20:15 കേൾക്കൂ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ജീവപുസ്തകത്തിൽ അവിശ്വാസികളുടെ പേരുണ്ടാകില്ല. ദൈവം ഒരിക്കലും നമ്മെ നരകത്തിലേക്ക് അയക്കുന്നില്ല. മറിച്ച് യേശുവിൻ്റെ രക്ഷ നിരസിക്കുന്ന മനുഷ്യർ തന്നെ നരകത്തിലാകുന്നു. അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായും വരാം. ശിശുക്കൾ, വളർച്ച വൈകല്യമുള്ളവർ, ബൈബിൾ അറിഞ്ഞിട്ടില്ലാത്തവർ, അവരുടെ കാര്യമോ? കരുണാമയനും നീതിമാനുമായ ദൈവം അവരോട് കരുണയോടും നീതിയോടും കൂടെ തന്നെ ഇടപെടും. എന്നാൽ യേശുവിൻ്റെ വാഗ്ദാനങ്ങൾ കേട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഉത്തരവാദിത്തമുള്ള മനുഷ്യർ യേശുവിനെ തള്ളിക്കളഞ്ഞാൽ വെള്ളസിംഹാസനത്തിൽ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കേണ്ടതായി വരും. ശിക്ഷാവിധിയും നേരിടേണ്ടതായി വരും. വെളിപ്പാട് 20:11-15 വരെ വായിക്കുക. അങ്ങനെ ബൈബിൾ 2 ന്യായവിധി ദിവസങ്ങളെക്കുറിച്ച് വിവരിക്കുന്നു. 1 ക്രിസ്തുവിൻ്റെ ന്യായാസനവും 2 വെള്ളസിംഹാസനവും.
എന്നാൽ നമ്മൾ ഓരോരുത്തരും അവയിൽ ഒന്നിനെ മാത്രമേ നേരിടുകയുള്ളൂ. നമ്മുടെ സ്വന്തം വിധിദിനം തിരഞ്ഞെടുക്കാൻ നമുക്ക് അവകാശമുണ്ട്. വിശ്വാസികൾക്കുള്ള ക്രിസ്തുവിൻ്റെ ന്യായാസനം നിത്യതയിലേക്ക് നമ്മെ കൊണ്ടുപോകുമ്പോൾ വ്യത്യസ്ത അളവിലുള്ള പ്രതിഫലങ്ങൾക്ക് കാരണമാകുന്നത് പോലെ അവിശ്വാസികൾക്കുള്ള മഹത്തായ വെള്ളസിംഹാസന ന്യായവിധി നരകത്തിൻ്റെ നിത്യതയിൽ അവർ അനുഭവിക്കേണ്ട വ്യത്യസ്ത അളവിലുള്ള ശിക്ഷകൾക്ക് കാരണമാകുമെന്ന് പറയുന്നു. മത്തായി 10:14-15 വരെ ഉള്ള ഭാഗങ്ങളിൽ യേശു പറയുന്നത് കേൾക്കൂ. ആരെങ്കിലും നിങ്ങളെ കൈക്കൊള്ളാതെയും നിങ്ങളുടെ വചനങ്ങളെ കേൾക്കാതെയും ഇരുന്നാൽ ആ വീടോ പട്ടണമോ വിട്ടുപോകുമ്പോൾ നിങ്ങളുടെ കാലിലെ പൊടി കുടഞ്ഞു കളയുവിൻ. ന്യായവിധി ദിവസത്തിൽ ആ പട്ടണത്തെക്കാൾ സൊദോമ്യരുടെയും ഗൊമോര്യരുടെയും ദേശത്തിന് സഹിക്കുവാൻ കഴിയുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ ന്യായവിധി ദിവസത്തിൽ നൽകപ്പെടുന്ന ശിക്ഷകൾക്കും ഏറ്റക്കുറച്ചിലുകളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. സഹോദരങ്ങളെ, നാം രക്ഷ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ ഒരു നല്ല പ്രതിഫലത്തിനായി പൂർണ്ണ ഹൃദയത്തോടെ പ്രവർത്തിക്കുക. എൻ്റെ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന പ്രഖ്യാപനത്തിനു വേണ്ടി പ്രവർത്തിക്കുക, കാത്തിരിക്കുക. യേശുവിൻ്റെ രക്ഷ സ്വീകരിച്ചാൽ കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ നമ്മുടെ പേര് സ്ഥിരമായി എഴുതപ്പെടും. 2 തിമോത്തി 4:7-8 പൗലോസിനെ പോലെ മരിക്കുന്നതിന് മുമ്പ് നമുക്കും ഇങ്ങനെ പറയാൻ കഴിയണം: ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി കരുതി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷത പ്രിയം വെച്ച ഏവർക്കും കൂടെ. ആ കൂട്ടത്തിൽ നാം എല്ലാവരും ഉണ്ടാകട്ടെ. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.